പൈൽസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി അത്രയും സീരിയസ് ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് പോലത്തെ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്കത് എങ്ങനെയാണ് റെക്ടൽ ക്യാൻസർ ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നല്ലൊരു ചോദ്യമാണത്. ഇപ്പം എല്ലാ ബ്ലീഡിങ്ങും മലദ്വാരത്തിൽ നിന്ന് വരുന്ന എല്ലാ ബ്ലീഡിങ്ങും ക്യാൻസർ അല്ല. ഓക്കെ. ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് വന്ന് ചോദിക്കുന്നത്, സാർ എനിക്ക് ക്യാൻസർ ഉണ്ടോ, എനിക്ക് ബ്ലീഡിങ് വന്നു. അപ്പം എല്ലാം ക്യാൻസർ അല്ല. അപ്പം അതിനൊരു നമുക്കൊരു എക്സാമിനേഷനിൽ നമുക്ക് മനസ്സിലാവുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊക്ടോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നാണ് ബ്ലീഡിങ് വരുന്നത് എന്നുള്ളത്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഒരു ദശ പോലെയുള്ള ഒരു ഒരു സാധനമാണ്. അതിനകത്ത് നിന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലീഡ് ചെയ്യും. ഇല്ലെങ്കിൽ അത് ഒരു ഒരു ഫോംഡ് അല്ല, അതൊരു മറ്റേ വെള്ളത്തിൽ ഈ ഓഷ്യനിലൊക്കെ കാണുന്ന ചെതൽപുറ്റ് എന്നൊക്കെ പറഞ്ഞതില്ലേ, അതേപോലെ ഇരിക്കുന്ന ഒരു സാധനങ്ങളാണ്. അതിങ്ങനെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യും അത്. പക്ഷെ പൈൽസ് അങ്ങനെയല്ല, തൊടുന്നത് ബ്ലീഡ് ചെയ്യില്ല. ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബ്ലീഡിങ് വരുള്ളൂ. പക്ഷെ നമ്മൾ പൈൽസിൽ തൊട്ട് കഴിഞ്ഞാൽ അത് ബ്ലീഡ് ചെയ്യില്ല. അപ്പോൾ അതിനെ നമുക്ക് കാണുമ്പോൾ തന്നെ, പരിശോധനയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ പൈൽസ് ആണോ എന്നുള്ളത്. പിന്നെ അതിനുള്ള വേറെ ടെസ്റ്റുകളുണ്ട്. ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഒരു ദശ എടുത്ത് അതിനെ ബയോപ്സി ചെയ്യേണ്ടി വരും. പൈൽസിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കൺഫ്യൂഷൻ ഉള്ള സാധനങ്ങൾ മാത്രം. പിന്നെ ചിലതിൽ അൾസർ എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയുണ്ട്, സോളിറ്ററി റെക്ടൽ അൾസർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്തുനിന്ന് നമ്മൾ ഇത് പറഞ്ഞ പോലെ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അത് ബിനൈൻ കണ്ടീഷനാണ്, ഈ സോളിറ്ററി റെക്ടൽ അൾസർ എന്ന് പറഞ്ഞത്. അതിനൊന്നും ക്യാൻസറിൻ്റെ ഒരു സ്വഭാവങ്ങൾ കാണിക്കാം, പക്ഷേ അല്ലാതെ. പക്ഷെ അത് ബയോപ്സിയിൽ നിന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമുക്ക് ബ്ലീഡിങ് വരുന്ന ഭാഗം കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാൽ ബ്ലീഡിങ് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കൊളോണോസ്കോപ്പി എന്നുള്ളൊരു ടെസ്റ്റിലേക്ക് പോവുക. ശരിക്കും പറയുകയാണെങ്കിൽ ബ്ലീഡിങ് വരുന്ന ഒരു ആളാണെങ്കിൽ, ബ്ലീഡിങ്ങുള്ള ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഒരു ചികിത്സ തേടണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിക്റ്റം. എന്നുവെച്ചാൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാത്തിലും അല്ല, ഉണ്ടെങ്കിൽ അത് വേഗം കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഡോക്ടേഴ്സ് കാണാതെ ബ്ലീഡിങ് വന്ന് അതപ്പോൾ പൈൽസ് ആകാം എന്ന് വിചാരിച്ച് അതിനെ ട്രീറ്റ് ചെയ്ത് ചിലപ്പം ഒരു 6 മാസം 7 മാസമൊക്കെ ബ്ലീഡിങ് വന്ന് അവസാന ഘട്ടത്തിലായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മൾ വെറുതെ ഒന്ന് വിരലിട്ട് പരിശോധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആയിരിക്കും അതൊരു വലിയൊരു ക്യാൻസറായിട്ട് കാണുക. അപ്പം തന്നെ അതിനുള്ള ചികിത്സകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ്, അതായത് അത് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. സർജിക്കലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ കീമോ റേഡിയേഷനൊക്കെ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു 7 മാസത്തെ ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഉണ്ട്, എക്സാമ്പിൾസ് ഉണ്ട് എനിക്ക് പറയാൻ, പക്ഷേ ഇപ്പോൾ പറയുന്നില്ല. ചിലപ്പോൾ എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുന്നത് ചിലപ്പോൾ 7 മന്ത്സ് മുമ്പേ ബ്ലീഡിങ് ഉണ്ടാവുന്ന പേഷ്യൻ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ ഈ ഒരു 7 മാസം നമ്മൾ ആ ഒരു ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള സ്പെഷ്യൽ സെൻറ്റേഴ്സിൽ, അതായത് പ്രൊക്ടോളജി ആയി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ കോളോറെക്ടൽ സർജൻസ് ഉണ്ടാവും, ലാപ്രോസ്കോപ്പി സർജൻസ് ഉണ്ട്, ലേസർ സർജൻസ് ഉണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതാണ്. അത് എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പ്രൊക്ടോളജിക്കൽ കണ്ടീഷൻസിൻ്റെ രോഗനിർണയം എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് അത്? സ്കാനിങ്ങിലൂടെയാണോ, ടെസ്റ്റുകളിലൂടെയാണോ, എങ്ങനെയായിരിക്കും നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നുണ്ടാവുക? ബേസിക്കലി പൈൽസിനും ഫിഷറിനും ഒരു ക്ലിനിക്കൽ ഇവാലുവേഷനാണ് വേണ്ടത്. ഒരു ഡോക്ടർ കണ്ട്, ഡോക്ടറാണ് അതിൻ്റെ ഒരു ടെസ്റ്റുകളല്ല, എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷനും ഹിസ്റ്ററിയൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും. പിന്നെ പൈൽസിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊക്ടോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റാണ്. അത് നമ്മളൊരു മലദ്വാരത്തിലൊരു ട്യൂബ് ഇട്ട് അതിൻ്റെ സ്റ്റേജസ് നിർണ്ണയിക്കുക, ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇനിയിപ്പം ബ്ലീഡിങ് അവിടെ നിന്നല്ലെങ്കിൽ, ബ്ലീഡിങ് കുടലിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ വൻകുടലിനെ കംപ്ലീറ്റ്ലി അതിൻ്റെ ഉൾവശം നോക്കുന്ന, അതായത് ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്യൂബാണ്. അതിന് നമുക്ക് മോണിറ്റർ ചെയ്ത്, ഇപ്പം എല്ലാവർക്കും അറിയാം കൊളോണോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം അതിൽ നമുക്ക് മനസ്സിലാവും ഇപ്പം വേറെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ക്രോൺസ് ഡിസീസ് ആണോ, അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണോ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് വരാം. ഇപ്പോൾ ഈ പറഞ്ഞ പൈൽസ് അതിനോട് അനുബന്ധമായിട്ടും വരാം. അപ്പോൾ മാക്സിമം ഈ ക്രോൺസിലും അൾസറേറ്റീവ് കൊളൈറ്റിസിലൊക്കെ നമ്മൾ പൈൽസിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് തന്നെയായിരിക്കും, അതായത് മരുന്നിലൊക്കെ ആയിരിക്കും. ചില സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ അൾസേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ കൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ
ഈ ഫിസ്റ്റുലയ്ക്ക് നമ്മൾ എന്തായാലും ഒരു MRI എടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു സിംഗിൾ ട്രാക്കാണോ, അതായത് ഇതിൻ്റെ ഉത്ഭവം മലദ്വാരത്തിൽ നിന്ന് തന്നെയാണോ, അതിൻ്റെ ഒരു പേര് മാത്രമേ ഉള്ളൂ, അതിൽ എക്സ്റ്റൻഷൻ ഉണ്ടോ, അതിന് 2-3 ഭാഗങ്ങളുണ്ടോ, പഴുപ്പുണ്ടോ എന്നുള്ളത്, ആക്റ്റീവ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ക്രോൺസ് ഡിസീസിന് ഇതേപോലെ വരാം, മൾട്ടിപ്പിൾ ഫിസ്റ്റുല വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതിന് MRI പ്ലസ് ഒരു കൊളോണോസ്കോപ്പിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസ്റ്റുലയുടെ ഇൻവെസ്റ്റിഗേഷനായി. പിന്നെ പൈലോനൈഡൽ സൈനസിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലിനിക്കൽ ഇവാലുവേഷൻ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഒരു MRI സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ക്ലിനിക്കൽ ഇവാലുവേഷൻ മാത്രം മതി. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു പൈൽസ് പോലൊരു കണ്ടീഷൻ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആൾക്കൊരു ബ്ലീഡിങ് വന്നാൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും ആൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? ഈ പൈൽസിൽ ബ്ലീഡിങ് വരിക എന്ന് പറയുന്നത് ചിലപ്പം ഈ ആക്ട് ഓഫ് ഡിഫിക്കേഷൻ, അതായത് സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. അത് ഉള്ളിൽ നിന്നാണെങ്കിൽ ഒരു ഗ്രേഡ് 2 വരെയൊക്കെ ആണെങ്കിൽ, ഉള്ളിൽ നിന്നാണെങ്കിൽ അത് ആ മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അത് അടഞ്ഞു പോകും. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഗ്രേഡ് 3 to 4 ആണ്, അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് പുറമെയാണ് കാണുക. അപ്പോൾ അതിനൊരു കൺട്രാക്ഷൻ ഇല്ല, അത് തുറന്നിരിക്കുന്ന ഒരു ടാപ്പ് പോലെ. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവാതെ നമ്മൾ സൈഡ് ചെരിഞ്ഞ് കിടന്ന്, ഇപ്പം വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു പഞ്ഞി വെച്ച് ഇതിനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് മെല്ലെ ഉള്ളോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷറിൽ അത് നിന്നോളും. അഥവാ അത് നിൽക്കുന്നില്ല, കൂടുതൽ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ അപ്പം തന്നെ പോകണം. എന്ന് വെച്ചാൽ അത് ചില സമയത്ത് ഭയങ്കര ബ്ലീഡിങ് വരും. സർജറി കഴിഞ്ഞതും ലേസർ കഴിഞ്ഞതായിട്ടുള്ള പേഷ്യൻസിൽ ഇതേപോലെ നല്ല ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇതേപോലെ 2-3 പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ പോയി അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റൂ. അതിനെ നമ്മളൊരു പാക്കിംഗ് വെച്ചിട്ട്, ഒരു പാക്ക് ഉണ്ട്, അത് ഡോക്ടേഴ്സിന് അറിയാതെ, ആ ഒരു പാക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രഷറിൽ അത് നിൽക്കും.